വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഹെൽത്തി വീറ്റ് അപ്പത്തിൻ്റെ റെസിപ്പി കാണാം. അപ്പം നമ്മൾ വീറ്റ് അപ്പം അല്ലെങ്കിൽ വീറ്റ് പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബോൾ എടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ചേർത്തേക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു അപ്പം. നന്നായിട്ട് എയറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഫ്ലേവർ കൊടുക്കുന്നത് ജീരകം ചതച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചതച്ച് ചേർക്കും. അപ്പോൾ പൊടി ഇടണ്ട, പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി സ്ട്രോങ് ഫ്ലേവർ വരും. ജസ്റ്റ് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടാൽ മതി. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിവിടെ ചേർക്കാം. അപ്പോൾ നല്ലൊരു മണം വരും. ഇനി ഇതിലേക്ക് ഉപ്പ് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. മധുരത്തിന് ആവശ്യത്തിന് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം. ഞാൻ ചേർക്കുന്ന ശർക്കരയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര, 1/2 കപ്പ് തേങ്ങ. ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ. നടുക്കൊരു ഡിപ്പ് ഉണ്ടാക്കിയ ശേഷം ഇതിലേക്ക് മുട്ട ചേർക്കാം. 2 മുട്ടയാണ് ഈ അളവിന് വേണ്ടത്. അതേപോലെ ആവശ്യത്തിന് പാലോ വെള്ളമോ ചേർക്കാം. ഒരു അയവിന് ആവശ്യത്തിനുള്ള പാൽ. ഞാൻ പാലാണ് ചേർക്കുന്നത്. നമുക്ക് ഒട്ടും സമയമില്ലാത്തപ്പോൾ ഒക്കെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ആ 1 കപ്പ് പാല് ഫുൾ ചേർത്തു. അയവ് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ തിക്കാൻ തോന്നുവാണെങ്കിൽ വീണ്ടും പാല് ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ നയണം. ഇപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കപ്പൊടി വേണേൽ ചേർക്കാം. പേഴ്സണലി എനിക്ക് ഈ ഒരു അപ്പത്തിന് ജീരകത്തിൻ്റെ പൊടിയാണ് ഇഷ്ടം. ജീരകത്തിൻ്റെ പൊടിയല്ല, ജീരകം ചതച്ചത്. ഇത് റെഡിയാണ്. ഈ ഒരു അയവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മൊത്തം 1.25 കപ്പ് പാലാണ് എടുത്തത്. പക്ഷെ നമ്മളെപ്പോഴും എടുക്കുമ്പം പൊടിയുടെ അളവ് അനുസരിച്ചിട്ട് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. എപ്പോഴും കൺസിസ്റ്റൻസിയാണ് നോക്കണ്ടേ. ഈ ഒരു അയവിൽ എടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ടൈം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചുട്ടെടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് എണ്ണ തൂക്കാം. കുറച്ച് നെയ്യ് സൈഡിൽ നിന്ന് കൊടുക്കാം. അത് എളുപ്പത്തിൽ നമ്മുടെ കയ്യിൽ ദോശമാവോ അങ്ങനെയൊന്നും ഇല്ലാതെ വരുന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ആയത്. അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടൊക്കെ സെർവ് ചെയ്യാം. ഇത് എടുക്കാറായിട്ടുണ്ടാവും. ഇതേപോലെ ബാക്കിയുള്ള അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത നെയ്യ് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഹെൽത്തി വീറ്റ് അപ്പംസ് റെഡിയാണ്. ഈ ഒരു അളവിൽ നമുക്കൊരു 6 തൊട്ട് 7 വരെ അപ്പംസ് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു സൈസിൽ.
അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ടെക്സ്ചറാണ്. ടേസ്റ്റ് പറയുകയാണെങ്കിൽ മധുരം പാകത്തിനേ ഉള്ളൂ. നന്നായിട്ട് മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാം. പിന്നെ സ്കൂളിൽ കൊടുത്തുവിടാൻ നല്ലൊരു ഓപ്ഷനാണ്. ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാം, അല്ലെങ്കിൽ രാവിലെ ഈസി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.